RN വ്ളോഗ്സിൻ്റെ പാചകരംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘു നിങ്ങൾക്കൊപ്പം. ഇന്ന് ഒരു പ്രത്യേക ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇന്നൊരു പെട്ടെന്ന് വിശന്നു. അപ്പോൾ എനിക്കൊരു തക്കാളിച്ചോറ് കഴിക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ നമുക്ക് എങ്ങനെ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. മാത്രമല്ല, ഈ തക്കാളിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് വേറെ ഒരു അഡീഷണൽ ഡിഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തക്കാളിച്ചോറ് തന്നെ കഴിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് അധികം വിശപ്പ്. അപ്പോൾ നമ്മൾക്ക് തക്കാളിച്ചോറിൻ്റെ റെസിപ്പി അതെങ്ങനെയാണ് ഉണ്ടാക്കുക, എന്താണ് ഇതിൻ്റെ ചേരുവകൾ എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്കിനി തക്കാളിച്ചോറിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒരു 6-7 തക്കാളി, അതുപോലെ തന്നെ സബോള, ഒരു 2 സബോള നന്നായി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുക. ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി, 3 കതിർപ്പ് കറിവേപ്പില. ഈ ഗ്രീൻ ചില്ലി നല്ലപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും അതുപോലെ തന്നെ നല്ല കുനുകുനാന്ന് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ വലിയ കഷ്ണങ്ങളായി കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് ഈ തക്കാളിച്ചോറിൽ കിട്ടാൻ സാധ്യത കുറവാണ്. സബോളയും അതുപോലെ തന്നെ വളരെ നൈസായിട്ട് നിങ്ങൾ അരിയണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് 2 സബോള എടുത്താൽ മതി. ആദ്യം നടുകെ മുറിച്ചതിന് ശേഷം ഇവിടെ കാണുന്ന പോലെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കിയ തക്കാളി, ഇതുപോലെ തന്നെ സബോള നമ്മൾ എങ്ങനെയാണ് ഉള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ വളരെ നൈസായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വലിയ കഷ്ണങ്ങളായാൽ ഇതിൽ മസാലയുടെ കൂടെ നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കുമ്പോൾ ക്ലിയറായിട്ട് അത് മിക്സ് ആവില്ല. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം, ഇതിലെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഉള്ളി, മുളക്, ഇഞ്ചി എല്ലാം അരിഞ്ഞതും എല്ലാം നമ്മളുടെ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾക്ക് പാചകം എങ്ങനെയാണ് ഈ തക്കാളിച്ചോറ് ഉണ്ടാക്കിയെടുക്കുക എന്നതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന് വേണ്ടി വരുന്നത് ഒരു 3-4 വറ്റൽമുളക്, കടുക്, ഉഴുന്നുപരിപ്പ്, ഇത്രയും ഐറ്റം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അതും ഒരു ബൗളിൽ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഒരു ചീനച്ചട്ടി, നമ്മൾക്ക് ആവശ്യമായ ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വയ്ക്കുക. അത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു പപ്പടം നമ്മുടെ സാധാരണ പപ്പടം തന്നെ, അത് നന്നായി നൈസായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കണം. അതൊരു ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കാൻ ശ്രമിക്കുക. ഈ പപ്പടം എന്തിനാണ് ഇതിലേക്ക് ഉള്ളത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, എന്തിനാണ് ഈ പപ്പടം വറുത്ത് കോരിയെടുക്കുന്നത് എന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക്, ഉഴുന്നുപയർ, വറ്റൽമുളക്, ഇത് ചീനച്ചട്ടിയിലിട്ടതിന് ശേഷം കടുക് മുഴുവനായി പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഉഴുന്നുപരിപ്പും എല്ലാം ഒരു ബ്രൗൺ നിറമായി, ഒരു ഗോൾഡൻ നിറത്തിൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം ഫുള്ളായിട്ട് വയ്ക്കരുത്. ഇതിലേക്ക് അല്പം ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ ഇത് ധാരാളമാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത്, ഇവിടെ ഒരു ബൗളിൽ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അല്പം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി, ഇവയും ചേർക്കുക.
ഇവ ചേർക്കാൻ എടുത്തു വയ്ക്കുക. ഈ ഉള്ളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഈ നമ്മളുടെ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്ന മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതിലിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇതിൻ്റെ ആ ചുയ മാറുന്നവരെ, ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും, അത് മാറുന്നവരെ നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കണം. ശ്രദ്ധിക്കുക, വീണ്ടും ഫ്ലെയിം കൂടാതിരിക്കാൻ എപ്പോഴും നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലപോലെ ഇളക്കി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി പ്ലേറ്റിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ഇതിൽ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു തുടർച്ചയായി നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം ഇതിനെ. നമ്മളുടെ തക്കാളി മിക്സ് നല്ലപോലെ വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾക്ക് ഇതിനെ ലിഡ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. അതൊന്ന് ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം അത് തുറന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ വീണ്ടും ഇളക്കി നന്നായി ചേരുവകളെല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നവരെ അത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബൗളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പൊന്നി റൈസ് ആയിരിക്കാം. ഇത് നമ്മളുടെ കുത്തരിയുടെ റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 3-4 സ്പൂൺ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കുറച്ച് ഒന്നിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് മിക്സായി റൈസുമായിട്ട് മിക്സ് ആവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ തക്കാളിച്ചോറ് റെഡിയായി കഴിഞ്ഞു. നമ്മൾക്ക് പ്ലേറ്റിലേക്ക് പകർത്തിയെടുത്ത് ചൂടോടുകൂടി നമ്മൾക്ക് ഇത് കഴിക്കാം. അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന കാര്യം ഒന്നുണ്ട്. അതാണ് പപ്പടം നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. പപ്പടം ഇത് ഡെക്കറേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചൂടുള്ള തക്കാളിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളുടെ തക്കാളിച്ചോറ് റെഡിയായി കഴിഞ്ഞു. നല്ല വിഭവസമൃദ്ധമായ നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു ഡിഷാണ് തക്കാളിച്ചോറ് എന്ന് നിങ്ങൾക്ക് ഇത് കഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് അത് വീട്ടിൽ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ഉണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഒരു വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വെച്ച് വിളമ്പാവുന്ന ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് തക്കാളിച്ചോറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളിച്ചോറിന് പ്രത്യേകമായി അഡീഷണൽ ഒരു ഡിഷിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾക്ക് ആ തക്കാളിച്ചോറ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിലെ ആ ചേരുവകൾ, അതിലെ ആ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് അത് കഴിച്ചാലുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും ഇതിൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കണം. കുട്ടികൾക്ക് ഇത് ഒരു സ്പെഷ്യൽ ഡിഷായി കൊടുത്ത് അവരുടെ അപ്രിസിയേഷൻ നിങ്ങൾ നേടണം. പിന്നെ നമ്മളുടെ RN വ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എൻ്റെ വിജയം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ RN വ്ലോഗ്സ് സൈനിങ് ഓഫ്.